ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയായ ബ്രോക്കോളി തോരനാണ്. ഇത് നല്ല ഹെൽത്താണ്. നമുക്ക് ഇടവേളകളിലൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ 11 മണീൻ്റെ സമയത്തൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഇൻ ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഇനി ഞാനിതിന് എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ബ്രോക്കോളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തണ്ടുകളുണ്ടല്ലോ, തണ്ടുകൾ അതുപോലെ ചെറിയതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് കൊടുക്കുക. ഞാനിവിടെ കത്തി വെച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അത് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടി ഒരു 1/4 കപ്പോളം 1/2 to 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 പച്ചമുളക്, അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിടണ്ട, ഇതിലൊന്നും അധികം ഉപ്പ് ചേരില്ല. കുറച്ച് ഉപ്പിടുമ്പോൾ തന്നെ നമുക്ക് ഏറിപ്പോകും. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേണം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി കുഴക്കുക. ഞാൻ വേറെ അടുപ്പത്തൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രോക്കോളിൻ്റെ കൂട്ടെല്ലാം കൂടെ. അപ്പം നന്നായിട്ട് നമ്മൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ആ കൂട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മളത് ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ അതിൽ നമ്മൾ കഴുകി വാരി വെച്ചാലും അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ നമ്മൾ കൈ വെച്ചൊക്കെ നിരടുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം മാത്രം ഇതിൽ വേവിക്കാം. അതിൽ വേറെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തേങ്ങയും ഉള്ളിയും ബ്രോക്കോളിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ തുറന്ന് വെച്ചിട്ട് 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രോക്കോളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഇത് കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കണേ.